പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസ് ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. നേരിടാൻ തയ്യാറെന്നാണ് വി.ഡി. സതീശന്റെ പ്രതികരണം. ഒരു കൊല്ലം മുമ്പുള്ള കാര്യം ഇപ്പൊ വരാൻ കാര്യം എന്താ? ഇലക്ഷൻ ആയില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയില്ലേ, ഒരു പ്രാവശ്യം ഇത് വളരെ വിശദമായി അന്വേഷിച്ചു. എന്നിട്ട് ഒരു കാരണവശാൽ ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു പരാതി, അങ്ങനെയാണല്ലോ, പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ, പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും അല്ല, ഇനി വേറെ ഒരു ഫൈൻഡിങ്, നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ എം.വി. ഗോവിന്ദൻ പറഞ്ഞവരെ സിബിഐക്ക് വിടട്ടെ, സിബിഐ അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു, ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്ന് കൂടി ഒന്ന് പറഞ്ഞേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചടുലമായ നീക്കം പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇതെന്നാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വിജിലൻസ് സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നൊരു വിവരം പുറത്തുവരുമ്പോൾ കൃത്യമായി അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആക്ഷേപമാണ്, അത്തരത്തിലൊരു നീക്കമാണ് എന്ന വിമർശനം കോൺഗ്രസ് രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത. കാരണം രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വകാര്യ സന്ദർശനത്തിനെന്ന പേരിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷം വിദേശത്ത് പോയി ഒരു ഫൗണ്ടേഷന്റെ പേരിൽ, മണപ്പാട്ട് ഫൗണ്ടേഷന്റെ പേരിൽ പണപ്പിരിവ് നടത്തി പുനർജനി പദ്ധതിക്ക് വേണ്ടി എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് FCRI നിയമങ്ങളുടെ ലംഘനം ഈ കേസിലുണ്ടായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം UK-യിൽ നിന്ന് ഏതാണ്ട് 22,500 പൗണ്ട് ഇത്തരത്തിൽ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ പരാമർശിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും ഒരുപോലെ പ്രതിരോധിക്കുന്ന ഒരു നീക്കമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും പുനർജനി പദ്ധതിയിലൂടെ പ്രതിപക്ഷ നേതാവിനെതിരെ നേരത്തെ തന്നെ CPM-ഉം സർക്കാരും ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു നിയമക്കുരുക്കായി മാറുന്ന തരത്തിലേക്ക് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ഒരു നടപടിയുമായി വിജിലൻസ് കൂടി സർക്കാരിനെ സമീപിക്കുമ്പോൾ കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കി അല്ലെങ്കിൽ ഈ ഏജൻസികളെ സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന വിമർശനങ്ങളുടെ ആക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇനി കൂടാൻ തന്നെയാണ് സാധ്യത. പുനർജനി പദ്ധതിയിൽ വിദേശ വിനിമയ ചട്ടം ലംഘിക്കപ്പെട്ടെങ്കിൽ സ്വാഭാവികമായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമായി വരുമെന്ന് CPM ജനറൽ സെക്രട്ടറി M.A. ബേബി. വസ്തുതകൾ മനസ്സിലാക്കാതെ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതെ, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ലംഘനമാണ് വിഷയമെങ്കിൽ, അങ്ങനെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന പോലീസിനോ വിജിലൻസിനോ അത് അന്വേഷിക്കാൻ കഴിയില്ല. അത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. അപ്പുറം ശരിയാണ്. ഇതങ്ങനെ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക്